എന്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ? കാര്യം സിനിമയുമായി അടുത്ത ബന്ധമില്ലാത്ത പലർക്കും ഇതിപ്പോഴും ഒരു പ്രഹേളികയായി ഇങ്ങനെ തുടരുകയാണ്. എന്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ? മട്ടാഞ്ചേരി മാഫിയനെ പറ്റി എനിക്ക് കൂടുതൽ അറിവില്ല. ചില കേട്ടുകേൾവികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ശരി, ഈ വിദേശ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയൂ, മുമ്പ് പറയൂ, പറഞ്ഞതാണ്. പറയൂ. അപ്പൊ അതിനെതിരെ ഞാനിപ്പം എന്റെ ശബ്ദങ്ങൾ ഉയർത്തിയ മുതൽ എനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. അതായത് എന്റെ ബിസിനസ്സിന് പോലും ഭീഷണി നേരിടുന്ന രീതിയിലാണ് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ് മറുഭാഗത്തുള്ള ആൾക്കാർ. ഇപ്പൊ ഞാൻ എല്ലായിട്ട് പോലും ഇപ്പൊ ഞാൻ മറ്റൊരു സംസ്ഥാനത്താണ്, അവിടെ പോലും അവരുടെ റെപ്രസെന്റേറ്റീവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഈ ഇപ്പം ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന അതേപോലത്തെ ഗ്രൂപ്പിലുള്ള വളരെ ഉന്നതായ, എനിക്ക് പേര് വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്, വളരെ ഇന്ന് ഇന്ന് അത്രയും പെർഫോം ചെയ്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ റെപ്രസെന്റേറ്റീവായ ആൾക്കാർ ഈ എന്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കാരണം ഞാൻ ഓൾറെഡി ജനത്തിലടക്കം തന്നെ പല പ്രാവശ്യം എന്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിന് സംസ്ഥാനം ഭരിക്കുന്ന എല്ലാ മെഷീനറിയും അവർക്ക് അവരുടേതായ സപ്പോർട്ട് കിട്ടുകയാണ്. പിന്നെ അതിൽ കൂടുതൽ ഒരു സാധാരണ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 13 മാസമായി ഇപ്പൊ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട്. ഇന്ന് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വക്കേറ്റ് അവർ സ്റ്റേറ്റ്മെന്റ് പോലും ഫയൽ ചെയ്യാതെ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ 27-ാം തീയതി ഹിയറിംഗ് ഉണ്ടായിരുന്നു. ആ ഹിയറിംഗിന് പോലും അവർ വന്നിട്ട് എക്സ്ക്യൂസ് വാങ്ങിച്ചിട്ട് വീണ്ടും സെപ്റ്റംബർ 12-ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് 6-7ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ കേസ് ഇങ്ങനെ വളരെ എന്താ പറയുക, ഇതൊരു റിട്ട് പെറ്റീഷനാണ്. ഒരു റിട്ട് പെറ്റീഷന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നതിന് ഒരു പരിമിതിയില്ലേ? പക്ഷെ അതിങ്ങനെ അന്യായമായിട്ട് നീണ്ടുപോവുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു പവർ, അവരുടെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ആ കോണ്ടാക്ട്സ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്രമാത്രമാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കുണ്ടായ അനുഭവങ്ങള്. ഇല്ല, അത് ഷർഷാദ്, ഒരു കാര്യം, ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വേറൊരു വഴിക്ക് നീങ്ങുകയാണ്. ആരോപണ പ്രത്യാരോപണം ഒരു ഭാഗത്ത്, ചിലർക്ക് നേരെ ആരോപണങ്ങൾ ഉയരുന്നു, ഇതിന് പിന്നിൽ മറ്റു ചിലർ ആണെന്ന് പറയുന്നു. ഈ വിദേശ ഫണ്ടിങ് വരുന്ന വഴിയും അങ്ങേക്കുണ്ടായ അനുഭവം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കണം എന്നപേക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം എനിക്കുണ്ടായ അനുഭവം. അതായത് ഈ പുഴു എന്ന് പറയുന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വന്ന അദ്ദേഹം 2016 വരെ സീറോ ആയിട്ടൊരു ബെഡ് സ്പേസ് ഷെയർ ചെയ്തും കൊണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആളാണ് UK-യിൽ. അയാൾ ഇവിടുന്ന് ഡിപ്പെൻഡിങ് വിസയിൽ, അയാളുടെ ഭാര്യയുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഡിപ്പെൻഡിങ് വിസയിൽ അവിടെ പോയ ആള് 2016 വരെ അയാൾക്ക് പറയത്തക്ക ഒരു മേൽവിലാസോ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 2016-ൽ ഇന്നത്തെ ഗവൺമെന്റിന്റെ 1ാം ഗവൺമെന്റ് വന്ന സമയം മുതലാണ് അയാൾ ആളെന്നെ മാറുന്നത്. ഒരു സ്വാഭാവികം ഒരു സുപ്രഭാതത്തിൽ അയാളൊരു വലിയ കോടീശ്വരനായി സിനിമാ മേഖലയിലേക്ക് അടക്കം ഫണ്ട് കൊണ്ടുവരുന്ന ആളായി മാറുകയാണ്. അയാളുടെ ട്രാപ്പിലാണ് അത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, ഞങ്ങളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടപ്പം ഇയാളെ ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതും അങ്ങനെയാണ് അയാളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും. പിന്നെ അയാൾ ചെയ്ത കളികളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മുമ്പുള്ള ഇന്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും ഇദ്ദേഹത്തിന്റെ പണ ഇടപാടുകളൊക്കെ വളരെ ദുരൂഹത ഉള്ളതാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ 2022-ൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തതും അതിന്റെ കോപ്പി സെക്രട്ടറി ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ CM ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തതും. പക്ഷെ ഒരു നടപടിയും ഇന്ന് വരെ അതിന്റെ മുകളിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് 2023-ൽ ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. പിന്നെ പോലീസ് കേസ് ഫയൽ ചെയ്തു. ഇപ്പം നമ്മളെ CM പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ കേസെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. ഞാൻ അന്ന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ രണ്ട് കംപ്ലൈന്റ് ഇദ്ദേഹത്തിനെതിരെ ഉള്ള കംപ്ലൈന്റ് ഇന്നും FIR ആവാതെ ഒന്ന് പത്തനംതിട്ട സ്റ്റേഷനിലും ഒന്ന് കണ്ണൂർ സ്റ്റേഷനിലും കിടക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റേതായ മാക്സിമം ലെവലിൽ ഞാൻ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അത് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള
അന്ന് വളരെ പച്ചയായ രീതിയിൽ ആ കണ്ണൂരിലുള്ള ഇൻസ്പെക്ടർ എന്റെ കസിന്റെ അടുത്ത് പറഞ്ഞ വാക്കാണ്, പി ശശിയുടെ ഓഫീസിൽ നിന്ന് പ്രഷർ ഉണ്ട്, നമുക്കത് FIR ഇടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഓരോ എക്സാമ്പിളുകൾ. ഇത് എന്റെ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്, മറ്റാരതും അല്ല. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയിൽ പോകുന്നു, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു. പക്ഷെ അതും ഡ്രാഗ് ചെയ്ത് പോവുകയാണ്. വ്യക്തമായിട്ട് അവിടെയും ഒരു ഫയൽ ചെയ്യേണ്ട സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നില്ല, അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഒരു സാധാരണക്കാരനക്ക് കേരളത്തിൽ നീതി കിട്ടും ഇങ്ങനെയാണെങ്കിൽ? ഇദ്ദേഹം പുഴൂലെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാശൊക്കെ ദുരൂഹത ഉണ്ട്, 100% ദുരൂഹത ഉണ്ട്. കാരണം അതുകൊണ്ടാണ് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന നായകന് വന്നിട്ട് എന്റെ മുമ്പില് പുള്ളി ക്യാൻസർ ഇല്ല. കാരണം 2016 മുതൽ ഞാൻ പുള്ളിയായിട്ട് 1-to-1 ഡിസ്കഷൻ നടത്തുന്ന ആളാണ്. പുള്ളി ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ച് എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഇഷ്യൂ ആയിട്ടുണ്ട് ഇവൻ കാരണം, ഇവനെ പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. പുള്ളിക്ക് ഒരു അക്ഷരമില്ല. പുള്ളി എനിക്ക് അയച്ച മെസ്സേജ്, അന്ന് വാട്സപ്പ് അയച്ച മെസ്സേജ് എന്റെ ഉണ്ട്. എന്റെ അറിവിൽ ഇന്നയാളാണല്ലോ പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ ആ സിനിമയുടെ പോസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു. ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി അയച്ചു. പക്ഷേ ഇന്ന് വരെ ആ അന്വേഷണം അവിടെ തന്നെ. കൂടുതൽ പ്രഷർ കൊടുത്തതിന് ശേഷം പുള്ളി എന്നെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു. എത്ര വർഷത്തിന് ശേഷം? ഏകദേശം ഒരു 7-8 വർഷം നമ്മൾ തമ്മിൽ ഉള്ള വാട്സപ്പ് കോണ്ടാക്ട്സ് ആണ് പുള്ളി ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ പുള്ളിക്ക് എന്താണ്? പുള്ളിന്റെ മുകളിൽ പ്രഷറാണ്. കാരണം പുള്ളി അതിൽ ട്രാപ്പ് ചെയ്യൂ. പുള്ളി അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടു. കാരണം ഈ ഫണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് പുള്ളിക്ക് പിന്നെ മനസ്സിലായി, ഇത് എവിടുത്തെ ഫണ്ടാണ്, എങ്ങനത്തെ ഫണ്ടാണ്. അപ്പൊ വാ തുറന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പൊ അപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താ? എന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പുള്ളിക്ക് ആ ഭാഗത്ത് എതിരെ നിൽക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ആ വന്ന കാശിന് തിരിച്ചു കൊടുക്കാനോ ഒന്നും പറ്റൂല. വന്നത് വന്നു, സിനിമ കഴിഞ്ഞു, അല്ലെങ്കിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ റൈസ് ചെയ്തത് എന്റെ ഇഷ്യൂസ്. പക്ഷെ പുള്ളി അത് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. പകരം പുള്ളി എന്നെ അവോയ്ഡ് ചെയ്ത് മാറ്റിയാ ചെയ്തത്. അപ്പൊ അതിനർത്ഥം പുള്ളിക്കും അതിനകത്ത് പങ്കുണ്ടെന്നല്ലേ. അല്ലാതെ ഞാൻ പുള്ളിക്കെതിരെ എതിര് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പുള്ളിക്കെതിരെ അനാവശ്യമായിട്ടുള്ള വർഗീയത പറയാണ് എന്നൊക്കെയാണ് നാട്ടുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല സത്യം. സത്യം ഇപ്പം എനിക്കെതിരെ ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്റെ ഓൺലൈൻ മീഡിയ യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിന്റെ ശേഷം. അദ്ദേഹത്തിനൊക്കെ എന്താ അറിയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അദ്ദേഹം ഈ അടുത്ത് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷനായിട്ട് പോയിട്ട് ഹൈക്കോടതി ഓടാൻ പറഞ്ഞ ആളാണ് അദ്ദേഹം. കാര്യങ്ങൾ അറിയാതെ ഇവര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെതായ ആൾക്കാരെ അവരെ വിളിച്ച് ബന്ധപ്പെട്ട് ചോദിക്കണ്ടേ? അദ്ദേഹം വളരെ മോശമായ രീതിയിലല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്നെ പറ്റിയുള്ള ജീവിതം അറിയണമെങ്കിൽ ഞാൻ 18 വർഷമായിട്ട് ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഞാൻ എന്റെ ചെലവിൽ ടിക്കറ്റും ഹോട്ടലും കൊടുത്തിട്ട് ചെന്നൈയിൽ കൊണ്ടുവരാൻ തയ്യാറാണ്. അന്നേരം ഇവിടെ വന്നിട്ട് എന്റെ ചുറ്റുപാട് അന്വേഷിച്ച് കഴിഞ്ഞാലേ ഞാൻ ആരാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ, ഞങ്ങൾ എങ്ങനെ ജീവിച്ച ആളാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിനെ കൊണ്ട് കാര്യമില്ല. അതേപോലെ മറ്റ് ഇടതുഭാഗത്തുള്ള മറ്റ് കുറെ യൂട്യൂബ് ആൾക്കാരുണ്ട്, നമ്മുടെ